ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഈ ശ്വാസമത്രേ. ഒരു മനുഷ്യൻ എടുക്കുന്ന ശ്വാസം അവൻ മേലോട്ടെടുക്കുമ്പോൾ അത് താഴോട്ട് വന്നില്ലെങ്കിൽ അവൻ ഈ ലോകത്തിൽ മരിച്ചു വീഴും. അവന് ആരോഗ്യമുണ്ടായിട്ടും അവന് അധികാരമുണ്ടായിട്ടും അവന് ലോകത്തിൽ ഏറ്റവും വലിയ ധനികനായിട്ടും കാര്യമില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ഏറ്റവും പ്രസിദ്ധനായ ഒരു കലാകാരനായിരുന്നു മൈക്കിൾ ജാക്സൺ. ലോകം കീഴടക്കിയ ഒരു മനുഷ്യൻ, പോപ്പിന്റെ ഉസ്താദ്. ഈ മനുഷ്യൻ ലോകം മുഴുവനും കീഴടക്കിയ തന്റെ ഗാനങ്ങളും തന്റെ ഡാൻസും കൊണ്ട് ലോകത്ത് മുഴുവനും ആരാധകരെ താൻ കൂട്ടിയെടുത്തു. എല്ലാ പട്ടണങ്ങളിലും ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും തനിക്ക് സൗധങ്ങൾ പണിതു. ആഡംബര ജീവിതം, ആഡംബര ഭവനങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ ലോകത്തിൽ പ്രസിദ്ധനായ മനുഷ്യൻ താൻ ആയുസ്സിനെ കൂട്ടുവാൻ വേണ്ടി ഏകദേശം 100 ചില്ലുവാനം ഡോക്ടർമാർ തൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരുന്നു. തനിക്ക് 150 വയസ്സ് വരെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ 50 വയസ്സായപ്പോൾ തന്നെ രോഗത്തിന് അടിമപ്പെട്ട് താൻ മരിക്കുകയായിരുന്നു. ഉറച്ചു നിന്ന മനുഷ്യനായിരുന്നു. എനിക്ക് പണമുണ്ട്, അധികാരമുണ്ട്, ഡോക്ടറുണ്ട്, എല്ലാമുണ്ട്, അതുകൊണ്ട് ഞാൻ അധികകാലം ജീവിക്കുമെന്നൊരു അഹങ്കാരം തനിക്കുണ്ടായിരുന്നു. എന്നാൽ ജീവനും ജീവിതവും നിയന്ത്രിക്കുന്ന ദൈവം അവന് 50 വയസ്സ് മാത്രമേ കൊടുത്തുള്ളൂ. ഒരു മനുഷ്യന്റെ നന്മ നിലനിൽക്കുന്നോളം അവൻ എത്ര ആയുസില്ലെങ്കിൽ പോലും അവൻ മറ്റൊരുടെ ഹൃദയത്തിൽ ജീവിക്കപ്പെടും. ഇതാണ് ഒരു മനുഷ്യൻ നോക്കേണ്ടത്. അവന്റെ നന്മ കൊണ്ട് ഈ ലോകത്തെ മുഴുവനും കീഴടക്കണം. അങ്ങനെയുള്ളവനാകുവാനാണ് നാം ശ്രമിക്കേണ്ടത്.